ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ചില കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ വളരെ മടിയാണെന്ന്. എന്നാൽ അങ്ങനെയുള്ള കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത ഒരു സ്നാക്സ് ആണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ബ്രെഡ് റോൾ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും ബീട്രൂട്ടും, ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ഒരു വലിയ അണിയൻ, ഗ്രേറ്റ് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, ചെറുതായി കട്ട് ചെയ്തെടുത്ത 5-6 പച്ചമുളക്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ അതിലേക്ക് ചേർത്ത് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമ്മൾക്ക് ഒരു 2 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ആവിയിൽ വേവിക്കാനായിട്ട് 2 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾ വെന്ത് കിട്ടി. അതിലേക്ക് നമ്മൾക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾക്ക് 1 ടീസ്പൂണോളം ഉപ്പ്, 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കണം. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം, മഷ്റൂം, പനീർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് റോളിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബ്രെഡ് എടുത്തതിന് ശേഷം അതിന്റെ 4 വശവും ആ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എത്ര ബ്രെഡ് ആവശ്യമുണ്ടോ അതിന്റെ 4 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഓരോ പീസ് ബ്രെഡിനെയും നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് മറ്റേ കൈ വെച്ചിട്ട് ആ വെള്ളം സ്ക്യൂസ് ചെയ്ത് കളയണം. അങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഫില്ലിംഗ് എടുത്ത് അത് ചെറിയ ഒരു ഉരുളയാക്കി സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് നമ്മൾക്ക് ഈ ബ്രെഡിന്റെ നടുക്കേക്ക് വെച്ച് അതിനെ റോൾ ചെയ്തെടുക്കാം. അപ്പം ബ്രെഡ് നമ്മൾ വെച്ചായത് കാരണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിനെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇത് ഓവൽ ഷേപ്പിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇപ്പൊ ഇത് ഓവൽ ഷേപ്പിൽ നമുക്ക് എത്ര ബ്രെഡ് റോള് ഉണ്ടാക്കണമോ അത്രയും ബ്രെഡ് റോളും ഞാനിത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ മിക്സ്, ഈ വെജിറ്റബിൾ മിക്സ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം എടുത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ ഈ ബ്രെഡ് റോൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്, കുട്ടികൾ വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 6 ബ്രെഡ് റോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് റോള് അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ അങ്ങനെ 2 ബ്രെഡ് റോളോട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ മൂക്കുമ്പോൾ നമ്മൾക്ക് അതിനെ തിരിച്ച് ഇട്ടുകൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ഒരു സൈഡ് മൂത്ത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം മറ്റേ സൈഡും കൂടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ആദ്യത്തെ 2 ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മളുടെ ബ്രെഡ് റോൾ റെഡി ആയിരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾക്ക് 2 ബ്രെഡ് റോൾ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് ബ്രെഡ് റോളിന്റെ വീണ്ടും അതിലിട്ട് 4 ബ്രെഡ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, ഒരു സംശയവുമില്ല. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.